12 വയസ്സ് യേശുവിനുള്ളപ്പോൾ മാതാപിതാക്കളോടൊപ്പം യെരുശലേമിലെ ഒരു പെരുന്നാളിന് പോയതാ. തിരിച്ചു വരുമ്പോൾ മാതാപിതാക്കളോടൊപ്പം ഉണ്ടാകുമെന്ന് അവർ ഊഹിച്ചു. പക്ഷെങ്കിൽ യേശു അവരോടൊപ്പം പോയില്ല. തിരിഞ്ഞു നോക്കിയപ്പോൾ യേശുവിനെ കാണാഞ്ഞതുകൊണ്ട് വളരെയധികം ഭാരപ്പെട്ട് മാതാപിതാക്കൾ തിരഞ്ഞു 3 ദിവസത്തിന് ശേഷം തന്നെ ദേവാലയത്തിൽ പുരോഹിതന്മാരോടുകൂടെ ഇരുന്ന് ദൈവവചനത്തിൻ്റെ ആഴത്തെയും ദൈവകൽപ്പനകളെയും കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ദൈവവിഷയമായി ഡിസ്കസ് ചെയ്യുന്നു. മാതാപിതാക്കൾക്ക് ഇത് കണ്ടപ്പോൾ വളരെ അതിശയം തോന്നി. ബാലനായ ഇവരോട് എന്ത് സംസാരിക്കുവാൻ? പ്രൈസ് ദി ലോർഡ്. അമ്മ അടുത്ത് ചെന്ന് മകനോട് ചോദിച്ചു, മോനെ, എന്നെയും നിൻ്റെ പിതാവിനെയും ഇത്രത്തോളം വിഷമിപ്പിച്ച് നീ ഇവിടെ ഇരിക്കുന്ന കാര്യം എന്താ? ഞങ്ങൾ നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചു 3 ദിവസം ചുറ്റി വളരെ ഭാരപ്പെട്ടു കരഞ്ഞു. വന്നപ്പോൾ ഇതാ നീ ഇവിടെ ഇരിക്കുന്നു. കർത്താവ് കൊടുത്ത മറുപടിയാണ്, എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ ഞാൻ പ്രവേശിക്കേണ്ടതല്ലേ? ഞാൻ അതിൽ ഇരിക്കേണ്ടതല്ലേ? അത് നിങ്ങൾ അറിയുന്നില്ലയോ? ഐ മസ്റ്റ് ബി അബൌട്ട് മൈ ഫാദേഴ്സ് ബിസിനസ്. എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ ചില ദൗത്യങ്ങൾ അതെപ്പോൾ ആരംഭിക്കണം, എങ്ങനെയാണ് ആരംഭിക്കുക എന്നുള്ള ഒരു ഭാരം എന്നെ തിന്നുകളയുന്നതിനാൽ ഞാൻ അതിൻ്റെ സാധ്യതകളെ ആരായുകയാണ്. അമ്മയോട് പറഞ്ഞ വാക്യം അമ്മ വളരെ ശ്രദ്ധയോടെ കേട്ടത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അമ്മ സ്വതവേ ഒരു പക്ഷെങ്കിൽ ഹൃദയത്തിൽ പറഞ്ഞു കാണും, യെസ്, നീ നിൻ്റെ പിതാവിൻ്റെ ദൗത്യത്തിനായി പിറന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ഈ വചനം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളതായ ഫാദേഴ്സ് ബിസിനസ്, നമ്മുടെ പിതാവ് നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ടുള്ളതായ ചില ദൗത്യത്തെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം. നമുക്ക് കർത്താവിനെ ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചപ്പോൾ അതെല്ലാം ചെയ്തു തീർന്നിട്ട് ക്രൂശിൽ വെച്ച് കർത്താവ് പിതാവിനോട് പറയുന്ന വാചകം, പിതാവേ, എല്ലാം കംപ്ലീറ്റായി, തീർന്നു, നിവൃത്തിയായി. എന്നെക്കുറിച്ച് നീ വിചാരിച്ച ബിസിനസ് ഒക്കെയും ഐ കംപ്ലീറ്റഡ് വെൽ, ഞാൻ ഭംഗിയായി ചെയ്തു തീർത്തു. എൻ്റെ ആത്മാവിനെ ഇപ്പോൾ കൈക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ബോധിപ്പിക്കുന്നത്, നമ്മെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചതായ ചില ദൗത്യങ്ങളുണ്ട്. ഇനി കർത്താവിനെ ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ ഒരു ആകത്തുക നോക്കുമ്പോൾ നമുക്കറിയാം, താൻ സഖായിയുടെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ താൻ ഇങ്ങനെ ഒരു കാര്യം പറയുകയാണ്, കാണാതെ പോയതിനെ കണ്ടുപിടിച്ച് തിരഞ്ഞു പിടിക്കുവാനല്ലയോ, ചേർത്ത് കൊള്ളുവാനല്ലയോ, ശേഖരിപ്പാനല്ലയോ മനുഷ്യപുത്രനെ ഉത്തരവാദിത്തപ്പെടുത്തി പിതാവ് ഈ ഭൂമിയിലേക്ക് അയച്ചത്. അപ്പോൾ കാണാതെ പോയ കാര്യത്തെ കണ്ടുപിടിക്കുക, അതൊരു വലിയ ദൗത്യമാണ്. ആ ദൗത്യത്തിൻ്റെ ടോട്ടൽ ഭാവം അതാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ദൈവം ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കാണാതെ പോയ കാര്യങ്ങൾ എന്ത്, ലോസ്റ്റ് തിങ്സ്, അതിനെ ഒന്ന് റിക്കവർ ചെയ്യണം. ദൈവസന്നിധിയിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചതായ ദൗത്യത്തിൻ്റെ ഒരു പുറപ്പാടിനായി നമുക്കൊരു ഒരുക്കമുണ്ടാകും. കാരണം നമ്മോട് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസത്തിനായി നമ്മുടെ ജീവിതം വെമ്പൽ കൊള്ളുന്നു. നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നമ്മോട് സംസാരിക്കുന്നു. ഒരു ദിവസം ദൈവത്തോട് കണക്ക് തീർക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് കണക്ക് തീർക്കുന്നത്? ദൈവത്തിന് വല്ലതും കൊടുക്ക വാങ്ങലിൽ നമ്മൾ അവിശ്വസ്തതയുള്ളവരാണെന്നാണ്. ദൈവത്തിന് നമ്മുടെ പണം എന്തിന്, സമ്പത്ത് എന്തിന്, നമ്മുടെ ബുദ്ധി എന്തിന്, നമ്മുടെ കഴിവെന്തിന്? ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൗത്യങ്ങളുടെ പുനരുദ്ധാരണം, അതിൻ്റെ വീണ്ടെടുപ്പ്, അതിലേക്കുള്ള ഒരു യാത്ര, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ആ ദൗത്യത്തെ എപ്പോഴും നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട്
ഒരു പക്ഷെങ്കിൽ നമ്മൾ ഏത് ജോലിക്കാരനായിക്കൊള്ളട്ടെ, നമ്മളൊരു സാധാരണ ജോലിക്കാരനായിരിക്കാം, ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരിക്കാം, ഉന്നതാധികാരിയായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു കൂലിവേലക്കാരനായിരിക്കാം, ദരിദ്രനായിരിക്കാം, സമ്പന്നനായിരിക്കാം, ഒരു വീട്ടമ്മയായിരിക്കാം, ഒരു വിദ്യാർത്ഥിയായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, നിന്റെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ചതായ ചില ബിസിനസ്സിനെ കുറിച്ച് നിനക്കൊരു കണക്ക് തീർക്കണം. നമുക്കറിയാം, എല്ലാ ബിസിനസ്സുകൾക്കും ഒരു കണക്കെടുപ്പുണ്ട്, ഒരു കണക്ക് സൂക്ഷിപ്പ് അതിലൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിലും, ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിലും ദൈവം ചില കണക്കുകൾ നമ്മോട് ചോദിക്കും. എന്നാൽ ദൈവം കാണാതെ പോയതിനെ കണ്ടുവന്നതുപോലെ തന്നെ നോക്കൂ, ഉദാഹരണമായി ശമരിയക്കാരി സ്ത്രീ ഒന്ന് നോക്കൂ. അവൾ നഷ്ടപ്പെട്ടവളായിരുന്നു. അവളുടെ ജീവിതം വളരെ മോശമായ അന്തരീക്ഷത്തിൽ കൂടെ നയിച്ചു കൊണ്ടിരുന്നവളാണ്. എന്നാൽ അവളുടെ കഴിഞ്ഞ കാല ജീവിതങ്ങളെ, നഷ്ടപ്പെട്ട കാലത്തെക്കുറിച്ച് കർത്താവ് അവൾക്ക് ബോധ്യം വരുത്തി. അവിടെ കഴിഞ്ഞ ജീവിതത്തിൻ്റെ ഒരു ആകമാന പിക്ചർ അവൾക്ക് കൊടുത്തു. അവൾ പെട്ടെന്ന് അവളുടെ നാട്ടിലേക്ക് ഓടിച്ചെന്ന്, ശമരിയ നാട്ടിലൊക്കെ ഓടിച്ചെന്ന് അവൾ പറയുകയാണ്, സഹോദരന്മാരെ, നാട്ടുകാരെ, വീട്ടുകാരെ, സുഹൃത്തുക്കളെ, ഞാൻ ചെയ്തതെല്ലാം എന്നോട് തുറന്നു പറഞ്ഞതായ, ഞാൻ രഹസ്യമാക്കി വെച്ചിരുന്നതൊക്കെ വെളിപ്പെടുത്തിയ ഒരു മനുഷ്യനെ ഇതാ ഞാൻ നമ്മുടെ അതിരിങ്കൽ കണ്ടു. ഒരു പക്ഷെങ്കിൽ അവൻ മശിഹയായിരിക്കാം. വരിക, എന്നോടൊപ്പം വരിക, നമുക്ക് ആ മശിഹയെ ഒന്ന് കാണാം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കാല ജീവിതത്തെക്കുറിച്ച് കർത്താവ് അവളോട് ശിക്ഷ കൽപ്പിക്കുകയല്ല, എന്നാൽ അതിനെ വിട്ട് മശിഹയെ തിരിച്ചറിയുന്നതായ ഒരു വലിയ മനസ്സ്, ആ പ്രകാശിപ്പിക്കപ്പെട്ട ദൃഷ്ടിയെ ദൈവം മാനിച്ച് അവൾക്കൊരു ദൗത്യം കൊടുത്തു, ആ മശിഹയുടെ സാക്ഷിയാകുക. പത്രോസിനെ ഒന്ന് നോക്കൂ. ഹി വാസ് എ ലോസ്റ്റ് പേഴ്സൺ. ഒരു ദിവസം ഹൃദയം ഭാരപ്പെട്ടവനായി മറ്റു വഴികളൊന്നുമില്ലാതെ അവൻ പറഞ്ഞു, ഞാൻ മീൻ പിടിപ്പാൻ പോവുകയാണ്. ഒരു പക്ഷെങ്കിൽ അപ്പോൾ പത്രോസിൻ്റെ ആ യാത്ര വളരെ ദുഃഖകരമായിരുന്നിരിക്കാം. ശേഷം ശിഷ്യന്മാരെയൊക്കെ വേദനിപ്പിച്ച ഒരു വാക്കായിരിക്കാം, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു, നിങ്ങൾക്കും വരാമെങ്കിൽ വരാം, എല്ലാം നഷ്ടപ്പെട്ടു, ഇനി മുന്നോട്ട് എങ്ങനെ പോകണമെന്നൊരു തിട്ടവുമില്ല, ജീവിക്കാൻ ഒരു വഴിയുമില്ല. അങ്ങനെ പത്രോസ് പോയപ്പോഴും രാത്രിയുടെ യാമത്തിൽ അവനെ തേടി കർത്താവ് ചെന്നു. അവനെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം പറയുകയാണ്, ഒരു ദിവസം നീ തിരികെ വരുമ്പോൾ എൻ്റെ ആടുകളെ മേയ്ക്കുവാൻ അവനൊരു ദൗത്യം ഏൽപ്പിച്ചു. അപ്പോസ്തലനായ പൗലോസിനെ ഒന്ന് നോക്കൂ. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു വലിയൊരു ആത്മാർത്ഥതയുണ്ടായിരുന്നു. യേശു അവനെ കണ്ടുമുട്ടുമ്പോൾ വിശുദ്ധന്മാരെ കൊന്നെടുക്കുവാനുള്ള പത്രികയും അധികാരപത്രികയുമായിട്ടുള്ള യാത്രയാണ്. കർത്താവ് അവനെ വിളിച്ചു, ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ദൈവത്തെ ഉപദ്രവിക്കുന്ന ഉപദ്രവ സ്വഭാവത്തെയും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വിശുദ്ധന്മാരെ കൊന്നെടുക്കുന്ന ആ ഒരു വലിയൊരു ദൗത്യവും തമ്മിൽ അവനൊരു കച്ചവട ഏർപ്പാട് ദൈവവുമായിട്ട് പങ്കിട്ടു. അവനെ സന്ദർശിച്ചു, ജാതികളുടെ അപ്പോസ്തലനാക്കി അവനെ രൂപാന്തരപ്പെടുത്തി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതങ്ങളെ കാണാതെ പോയ ലോസ്റ്റ് പീരിയഡ് ദൈവം കണ്ടെത്തിക്കൊണ്ട് അതിനെ ഒരു പുതിയ ടൈമാക്കി, സമയമാക്കി, ഒരു ദൗത്യമാക്കി, ഒരു ഫാദേഴ്സ് ബിസിനസ്സാക്കി നമ്മെ ദൈവം ഏൽപ്പിക്കുന്നതായ ചില ശുശ്രൂഷകൾ. നമ്മുടെ ജീവിത അവസ്ഥ ഏതായിരുന്നാലും ശരി, ദൈവം നമ്മെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചാൽ ആ കുഞ്ഞുങ്ങളിലെ ഒരു ഫാദേഴ്സ് ബിസിനെ കാണുവാനുള്ളൊരു ദൃഷ്ടി, ഒരു ജോലി തന്നാൽ ആ ജോലിയിൽ നമുക്കൊരു ഫാദേഴ്സ് ബിസിനസ് ഉണ്ട്. നമുക്കൊരു കുടുംബജീവിതമുണ്ടെങ്കിൽ ആ കുടുംബജീവിതത്തിലൊരു ഫാദേഴ്സ് ബിസിനസ് ഉണ്ട്. ഒരു ശുശ്രൂഷ തന്നാൽ ശുശ്രൂഷയിലൊരു ഫാദേഴ്സ് ബിസിനസ് ഉണ്ട്. ദൈവം നമുക്കായി വെച്ചിരിക്കുന്ന ഒരു ദൗത്യം, ആ ദൗത്യത്തിന്മേലുള്ളതായ ഒരു ചിന്ത. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആർക്കും വേണ്ടാത്ത ജീവിതം, എല്ലാവരും തിരസ്കരിച്ച ജീവിതം, പ്രയോജനമില്ലാത്തവൻ,
ആര് കണ്ടാലും നമ്മെ ഉപേക്ഷിക്കുന്നവൻ, നമ്മെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ. എങ്കിലും കർത്താവ് നമ്മെ കണ്ടു. ഗുരുവിന് നമ്മെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ആരെങ്കിലും ചോദിച്ചാൽ അവരോട് പറയുകയും ഇവനെ കൊണ്ട് ഗുരുവിന് ആവശ്യമുണ്ട്. ആർക്കും ഒരു പൈസ പോലും പ്രയോജനപ്പെടാതെ ആരും കയറിയിട്ടില്ലാത്തൊരു കഴുത. യജമാനന് ഒരുവരെയും ഒരു പ്രയോജനവും അതിനെയും കൊണ്ടുണ്ടായിട്ടില്ല. പക്ഷെങ്കിൽ വിധിക്കപ്പെട്ടത് അരിമനാഥനായ ദൈവപുത്രൻ സഞ്ചരിക്കുവാനുള്ള വാഹനമായി അത് മാറി. നമ്മുടെ ജീവിതത്തിൽ ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയായി നാം ഇരുന്നേക്കാം. പക്ഷെങ്കിൽ ഒരു ദിവസം ദൈവം നമ്മെ തിരഞ്ഞെടുക്കും. എന്തിനാണെന്നറിയാം? ഒരു ഫാദേഴ്സ് ബിസിനസ് നമ്മെ ഏൽപ്പിക്കുവാൻ. കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ജീവിതാവസ്ഥകളെ കണ്ടെടുത്തുകൊണ്ട് അനേക നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളെ കണ്ടെത്തി സന്ദർശിച്ച് പടുക്കുഴിയിൽ ഇരിക്കുന്നവരോട് കർത്താവിൻ്റെ സുവിശേഷം അവരെ ഗ്രഹിപ്പിക്കുവാൻ, അവൻ്റെ രാജ്യത്തെയും നീതിയെയും കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം ലോകത്തോട് സാക്ഷീകരിക്കുവാൻ, നിൻ്റെ ജീവിത യാത്രയിലും ഉപജീവന പ്രവൃത്തികളിലുമൊക്കെയും നിൻ്റെ ഹൃദയം വെമ്പൽ കൊള്ളേണ്ടത് ഫാദേഴ്സ് ബിസിനസ്, എൻ്റെ പിതാവിൻ്റെ ബിസിനസ്. അവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ജോലി, ശുശ്രൂഷ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ നിനക്ക് സകലത ലഭിക്കും. കർത്താവിന് ഈ ഫാദേഴ്സ് ബിസിനസ്സെ കുറിച്ചുള്ളൊരു ബോധമുണ്ടായപ്പോൾ അവനിൽ ജ്ഞാനം നിറഞ്ഞു, ദൈവത്തിൻ്റെ കൃപ വളർന്നു, പരിശുദ്ധാത്മാഭിഷേകം അവനിൽ ആവസിക്കുവാൻ തുടങ്ങി. കടന്നു പോകേണ്ടതായ, തരണം ചെയ്യേണ്ടതായ സകല ദുർഘടങ്ങളിലും വഴികളെ നേരെയാക്കി കൊടുക്കുവാൻ ഒരു ദൂതൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടു. നിന്നെ ഏൽപ്പിച്ചതായ ദൗത്യത്തിൻ്റെ നിറവിന് വേണ്ടി ഓടുവാനുള്ള, ദൈവം നിന്നോട് കണക്ക് ചോദിക്കാനിരിക്കുന്ന ഒരു ദിവസമുണ്ടെന്നുള്ളൊരു ബോധവൽക്കരണം നിൻ്റെ ഹൃദയത്തിൽ കിടക്കുമ്പോൾ, നിൻ്റെ മുൻപിൽ കാണുന്ന വളഞ്ഞ വഴികളെ നേരെയാക്കുവാൻ, ദുർഘടങ്ങളെ മാറ്റി സമഭൂമിയാക്കി ഒരുക്കപ്പെട്ട ഒരു വഴികളിൽ കൂടെ നിന്നെ നടത്തുവാൻ തക്കവണ്ണം, നിൻ്റെ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റുവാൻ തക്ക ഒരു ആരോഗ്യവും ബലവും സൗഖ്യവും കൃപയും ദൈവത്താൽ നൽകപ്പെടും. അത് മഹത്തായ ജീവിതമാണ്, അത് മഹത്തായ ഭാഗ്യമാണ്. ആ ഭാഗ്യമേറിയ അവസ്ഥ ഈ പ്രഭാതത്തിൽ തിരുവചനത്താൽ നിനക്ക് ലഭിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ എല്ലാ പ്രഭാതത്തിലും നൽകപ്പെടുന്നതായ ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലും അനുഗ്രഹവും നൽകപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഇത് അയച്ചു കൊടുക്കുക. ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ വിക്ഷേപണം ചെയ്യുന്നതായ ഈ പ്രഭാത സന്ദേശം തത്സമയം നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.